ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോപ്രോ ക്യാമറയുടെ ബാറ്ററി നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഗോപ്രോ ക്യാമറയുടെ ബാറ്ററി നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് 700-800 രൂപയൊക്കെ വില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അതിലൊരു കേസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈബറിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിഥിയം പോളിമർ ബാറ്ററി മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഏകദേശം ഒരു ബാറ്ററിക്ക് 100 രൂപയാണ് വരുന്നത്. അതുപോലെ 2 ബാറ്ററി വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോസിൽ പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ക്യാമറയുടെ ബാറ്ററി വരുന്നത്. ഇത് ഫൈബർ കേസിനുള്ളിൽ നമ്മുടെ ലിഥിയം പോളിമർ ബാറ്ററിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ആ ഫൈബർ കേസിൻ്റെ മുകളിൽ നല്ലൊരു പ്ലാസ്റ്റിക് പോലക്കുന്നൊരു സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ സ്റ്റിക്കർ ഇത് 2 ഭാഗത്തേക്ക് കാണാം. നിങ്ങൾക്ക് അത് പറിച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായിട്ട് ഓപ്പൺ ചെയ്യുന്ന വിധത്തിൽ കാണാം. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാകെ വരുന്നത് ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു കൺട്രോളിങ്ങിൻ്റെ ചെറിയൊരു ബോർഡും അത് കാണുന്ന ഒരു ബോർഡും, അതുപോലെ തന്നെ അതിലേക്ക് നമ്മളെ ബാറ്ററീനെ എല്ലാം കണക്ട് ചെയ്യാനുള്ള 3 കണക്റ്ററുകളാണ് വരുന്നത്. നമ്മുടെ ഗോപ്രോ ക്യാമറയ്ക്ക് കണക്ട് ചെയ്യുന്ന കേസിൽ നിന്ന് കണക്റ്റ് ആവുന്ന കണക്ടറും കൂടിയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബാറ്ററിയാണ് അതിൽ നിന്ന് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്ത് എടുത്തൊന്നും കാണിച്ചില്ല. അപ്പോൾ ഈ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിന് പകരം ഞാൻ 100 രൂപയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഇതിൻ്റെ 2 ബാറ്ററി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ഇതിലൊരു എക്സ്ട്രാ ഒരു ബോർഡും പാടെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ ഒരു ബോർഡ് നമുക്ക് ആവശ്യമില്ല, ഇത് ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഈ ബോർഡ് ഒഴിവാക്കിയതിന് ശേഷം, കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു കൂടെ തന്ന ഈ ഒരു കേസിൻ്റെ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ടറൊക്കെ അതിനുള്ള വരുന്നത്. അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രാ നമ്മുടെ ലിഥിയം പോളിമേറ്ററിയെ ചാർജ് കൺട്രോൾ ചെയ്യുന്ന ബോർഡ് അതിൽ തന്നെ. അപ്പോൾ നമ്മൾ നേരെ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഇതിൽ 2 നമ്മൾ പ്ലസും ഒരേപോലെ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് സോൾഡർ ചെയ്തിട്ട്. എന്നിട്ട് ഈ ഒരു ബോർഡിൻ്റെ സർക്യൂട്ട് ബോർഡിലേക്ക് നമ്മൾ നേരെ ഈ ഒരു 2 ബാറ്ററി നമ്മൾ പാരലായി കണക്ട് ചെയ്തതിൻ്റെ പ്ലസും മൈനസും മാറാതെ ആ ബോർഡിലേക്ക് സോൾഡർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ സോൾഡർ ചെയ്ത് വെച്ച പാരലായി സോൾഡർ ചെയ്ത ഇത് നമ്മുടെ ആ കേസിലേക്കാണ് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ കേസിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ കണക്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് എത്ര കണക്ട് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വയർ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വയർ വെച്ചിട്ട് അതിലേക്ക് കണക്ടറിലേക്ക് ആദ്യം ഉണ്ടായിരുന്ന കണക്ടറിലേക്ക് ബാറ്ററി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷന് ഗേജ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഒരു ബാറ്ററി പകരം 2 ബാറ്ററി അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഗേജ് കണക്കാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു പ്ലസും മൈനസും നമ്മൾ 2 റെഡും ഒരു ബ്ലാക്കും വയർ എടുക്കുന്നുണ്ട്. ആ വയർ നമ്മൾ ഇത് ഇതിന് മുമ്പ് ചെയ്തിരുന്ന ഇതിൻ്റെ ആദ്യത്തെ ബാറ്ററി നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കണക്ടർ നമുക്ക് കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ ഇപ്പോൾ വെച്ച ഈ ബാറ്ററി നമുക്ക് നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ കണക്ടറായിട്ട് കറക്റ്റ് നമ്മൾ സോൾഡർ ചെയ്യില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ ഈ കണക്ടറും അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി നമ്മൾ ചുവന്ന വയറും ബ്ലാക്ക് വയറും എടുത്ത് നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കേസിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ പാരലായി കണക്ട് ചെയ്ത ലിഥിയം പോളിമർ ബാറ്ററിയുടെ പോസിറ്റീവും അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവും നമ്മൾ നേരത്തെ വെച്ചിരുന്ന ബോർഡിലേക്ക്, അതായത് ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഇതിൻ്റെ ഗോപ്രോയുടെ ബാറ്ററിയുടെ ആദ്യത്തെ ബോർഡിലേക്ക് തന്നെ കറക്റ്റ് പോസിറ്റീവും നെഗറ്റീവും മാറാതെ നമ്മൾ സോൾഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സോൾഡറിങ് ചെയ്യുന്ന ഇത് ഞാൻ വീഡിയോ എടുത്തില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ നേരെ നിങ്ങൾ അതുപോലെ തന്നെ മാറാതെ തന്നെ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് വോൾട്ടേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ മാറിയിട്ടുണ്ടോ, അപ്പോൾ നമ്മൾ നേരെ ക്യാമറയിലേക്ക് കണക്ഷൻ മാറി കഴിഞ്ഞാൽ ക്യാമറ അടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ കണക്ഷൻ മാറിയിട്ടുണ്ടോ മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ വോൾട്ടേജ് കാണാം. അപ്പോൾ 3.91 നമ്മുടെ ആദ്യത്തെ ബാറ്ററി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന ബാറ്ററിയുടെ ഇത് 4 അപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററിയുടെ ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.7 മുതൽ 4.20 വരെയാണ് ഏകദേശം ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഫുൾ ചാർജായി ഏകദേശം 4.20 വരെയാണ് ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. ഈ ഒരു ബാറ്ററിയുടെ ബാക്കപ്പ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇൻഡിക്കേഷൻ, ഇതിന് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് റെഡ് ഇൻഡിക്കേഷനുള്ള ചെയ്യുന്ന ഒരു ചാർജർ മൊഡ്യൂൾ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ അത് റെഡ് കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് റെഡ് ഓഫായി കഴിഞ്ഞാൽ ഫുൾ ചാർജ്. അപ്പോൾ ഈ ഒരു ബാറ്ററി എന്താ വെച്ചാൽ റെഡ് ഓഫ് ആകുന്നില്ല. അതായത് 4.20 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത് കട്ടാവുള്ളൂ. അപ്പോൾ 3.4 നമ്മൾ ആദ്യത്തെ ബാറ്ററി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ബാറ്ററി ഫുൾ ചാർജ് ആവാത്തത്. അപ്പോൾ ഫുൾ ചാർജ് ആവാതെ നിൽക്കുന്നത് നമ്മളെ ഫുള്ള് ഹീറ്റ് ആവില്ല, ഈ ബാറ്ററിയും കംപ്ലൈൻറ്റ് ആവും, നമ്മുടെ ചാർജർ കംപ്ലൈൻറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി ഇപ്പോൾ മാറ്റാൻ തന്നെ കാരണം.
അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു കേസിലേക്ക് നമ്മൾ കറക്റ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ആ കേസിൻ്റെ സൈഡിൽ നിങ്ങൾ കാണാം ഫ്രണ്ടിലേക്ക് 2 ലോക്ക് ഉണ്ട്. ആ ലോക്കിലേക്ക് നമ്മൾ നേരെ അതിൻ്റെ ചാർജിൻ്റെ കണക്ടറും അതേപോലെ ചാർജിങ്ങിൻ്റെ IC ഒക്കെ വരുന്ന ആ ഒരു ബോർഡ്, നമ്മൾ ചെറിയൊരു ബോർഡാണ്, അത് നേരെ അതേപോലെ തന്നെ കറക്റ്റ് നമ്മൾ ഇറക്കുകയാണ്. പിന്നെ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ബ്ലാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ ഡബിൾ സൈഡ് സ്റ്റിക്കറോ ഏതെങ്കിലും എടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന ബാക്ക് ഭാഗം തള്ളി പോകാതിരിക്കാൻ വേണ്ടി പ്രസ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ ബോർഡും ബാറ്ററിയും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതിന് മുമ്പേ ആദ്യം ഉണ്ടായിരുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറ ഒന്ന് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാറ്ററി ഉള്ളിൽ ചെറിയൊരു കേസിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇളക്കം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മൾ നേരെ ഇതിൻ്റെ മുകളിൽ ഫൈബർ പോലക്കുന്ന സ്റ്റിക്കറാണ് വരുന്നത്. ആ സ്റ്റിക്കർ നേരെ അതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ബാറ്ററി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ GoPro ക്യാമറയ്ക്ക് കണക്ട് ചെയ്യാമാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതിൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. USB കുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അതിലും സേഫ്റ്റി നമ്മുടെ വേറെ ഡിവൈസ് വെച്ചിട്ട് നമ്മുടെ ലിഥിയം പോളിമർ ബാറ്ററി ചാർജ് ചെയ്യുന്ന മൊഡ്യൂളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പ്ലസ് മൈനസിലേക്ക് വയറിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ചാർജ് മൊഡ്യൂൾ തന്നെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്താണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ബോർഡ്, നമ്മുടെ ഈ GoPro ക്യാമറയുടെ ബോർഡ് വരെ അടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ വേറെ ചാർജ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.